മാഫിയ, മണ്ണ് മാഫിയ, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം, അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ ആലപ്പുഴയിലെ പാർട്ടിയെ ഏത് തരത്തിലാണ് പിറകോട്ടടിപ്പിച്ചത് എന്ന് നമുക്കറിയാം. പാർട്ടിയെ സ്നേഹിക്കുന്നവർ, പാർട്ടിയോട് അടുപ്പം പുലർത്തിയവരൊക്കെ എത്രത്തോളമാണ് പാർട്ടിയെ വെറുത്തതെന്ന് നമുക്കറിയാം. ഇതൊക്കെ നിരവധിയായി നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. അതൊക്കെ സുധാകരനെ ഒരുപക്ഷെ ചൊടിപ്പിച്ചിട്ടുണ്ടാകാം. തൻ്റെ കയ്യിൽ നിന്ന് പോയ പാർട്ടി ഇപ്പോൾ ഏത് തരത്തിലാണ് ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു കുണ്ഠിതം കൂടി ഒരുപക്ഷെ സുധാകരൻ ഉണ്ടായേക്കാം, അല്ലേ? രഞ്ജിത്ത്, ജി സുധാകരനൊക്കെ ഇപ്പോഴും പഴയകാല കമ്മ്യൂണിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് CH കണാരനും ഒപ്പം തന്നെ VS അച്യുതാനന്ദനും ഒക്കെ കൈപിടിച്ചുയർത്തിയ കേഡർമാരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ പഠിപ്പിച്ചതൊന്നും ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല, മറന്നിട്ടില്ല, അതിനെ വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ കാലമല്ല ഈ കാലമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അതീവമായ നിരാശയും ദുഃഖവും നമുക്ക് ആ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. നമ്മൾ ഈ പറയുന്ന ഘട്ടം, അതായത് ഒരു പുതുതലമുറ മാറ്റത്തിലേക്ക് പാർട്ടി വന്നു, അത് അത്തരമൊരു നേതൃമാറ്റമാണോ ജി സുധാകരനെ ചൊടിപ്പിച്ചത് എന്ന് നമ്മൾ ചോദിച്ചാൽ ഒരിക്കലും അത് അങ്ങനെ അല്ല എന്ന് പറയാം. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ജി സുധാകരന്റെ പോസ്റ്ററുകൾ കീറിയെറിയപ്പെട്ട ഇടമാണ് ആലപ്പുഴ. അതായത് പുതുതലമുറ നേതാക്കന്മാർ ജി സുധാകരന്റെ പോസ്റ്ററുകൾ കീറിയെറിഞ്ഞ് അവർ തങ്ങളുടെ ചിത്രങ്ങൾ, അതായത് ആലപ്പുഴയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാതിരുന്നിട്ടല്ല അത്തരമൊരു നടപടിയിലേക്ക് പോയത്. ബോധപൂർവമായി വേദനിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി, അതായത് വിപ്ലവ ഭൂമിയായ ചുവന്ന ഭൂമിക എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിലാണ് കായംകുളവും പുന്നപ്ര വയലാറിന്റെ സമരഭൂമികളിലുമൊക്കെ BJP പല പഞ്ചായത്തുകളിലും 1ാം സ്ഥാനത്തേക്ക് വന്നു. പാർട്ടിയുടെ ഉത്ഭവ ഘട്ടത്തിൽ പോലും പാർട്ടിക്കൊപ്പം ഇതുവരെ നിന്നിരുന്ന പഞ്ചായത്തുകൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയി. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അതീവ ദുഃഖം, അതീവ പ്രയാസം പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കുണ്ട് എന്നാണ് ജി സുധാകരന്റെ വരികൾ. അത്തരത്തിൽ ആ ഒരു അതീവ ദുഃഖത്തിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നത് എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പല ഘട്ടത്തിലും അപമാനിക്കപ്പെടുന്ന സാഹചര്യം ജി സുധാകരന് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ജി സുധാകരനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരുന്നു. സ്വന്തം പണം ചിലവാക്കി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. എല്ലാം മറന്നു താൻ തിരുവനന്തപുരത്തേക്ക് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് പറഞ്ഞു. ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിൽക്കുന്ന ജി സുധാകരൻ 72ഓളം യോഗങ്ങളിലാണ് ആലപ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തത്. ആ പങ്കെടുത്ത ഘട്ടത്തിൽ പോലും പിന്നീട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ, ഇപ്പോൾ അവസാന വാക്ക് പാർട്ടിയുടേത് പിണറായി വിജയനാണല്ലോ, അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞിട്ടും ഒരു ജില്ലാ കമ്മിറ്റിയിലോ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിലോ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയോ പങ്കെടുക്കണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ അനുഭവ പരിചയം പോലും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ബോധപൂർവം അവരെ അകറ്റി നിർത്താനോ ആ നേതൃത്വം ശ്രമിക്കുന്നു, ജില്ലയിലെ നേതൃത്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ആകെ സംസാരിക്കാറുള്ളത് ജില്ലാ സെക്രട്ടറി R നാസറുമായി മാത്രമാണ്, ബാക്കി ആരുമായില്ല. പുതുതലമുറയെ വളരെയധികം വ്യക്തിഹത്യ ചെയ്യുന്നു. അതിലൊക്കെയൂടെയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ നേരിട്ട പരാജയം അത് വർഗീയ ശക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തള്ളി അത് 1ാം സ്ഥാനത്തേക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ കടന്നു വന്നത് അത് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഘട്ടമല്ല. പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ തനിക്ക് നൽകേണ്ട സംഭാവനകൾ അവസാനിച്ചിട്ടില്ല. എല്ലാം കണ്ടുകൊണ്ട് താൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്നാണ് ജി സുധാകരൻ പറയുന്നത്. അത് ഈ ഒരു ഘട്ടത്തിൽ CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, CPM-എതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ വികാരങ്ങളെ ഒക്കെ വളരെ മാനസിക വ്യതയോടെ അരുൺ, ഇവിടെ ഈ തുറന്നു പറയുന്നത് മുതിർന്ന നേതാക്കളാണ്. സാധാരണ ഈ നേതാക്കളൊക്കെ ഇത്തരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ പുറത്ത് പറയാറില്ല. പക്ഷെ അവർക്കൊക്കെ മറ്റു മാർഗങ്ങളില്ല. അപ്പോൾ പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന കാര്യം മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം CPI ഉന്നയിക്കുന്നു. ഈ മുതിർന്ന നേതാക്കൾ പോലും ഇത്തരത്തിൽ തുറന്നു പറയുമ്പോൾ അവരുടെ മനസ്സിലുമുണ്ട് ചില കാര്യങ്ങൾ പറയാൻ. അത് പാർട്ടിക്കുള്ളിൽ പറയും കൂടുതലെന്ന് ഇന്നലെ ഐസക് പറയാൻ നമ്മൾ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു വികാരവും വളർന്നു വരുന്നു എന്നുള്ളതല്ലേ പാർട്ടിയിൽ ഇതുവരെ സംഭവിക്കാതിരുന്ന പല കാര്യങ്ങളിലേക്കും ഈ പരാജയം ആ സംവിധാനത്തെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായും പാർട്ടി തിരുത്തണമെന്ന ആവശ്യം തന്നെയാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ഇന്നലെ തോമസ് ഐസക് പറഞ്ഞു അത് തന്നെയാണ്. അതായത് CPM-ൽ നിന്ന് നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടൽ ഉണ്ടാകുന്നു. ഈ പോക്ക് ശരിയല്ല എന്ന് തുറന്നു പറയാൻ നേതാക്കൾ തന്നെ തയ്യാറാകുന്നു. അത് തോമസ് ഐസക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. ഇപ്പോഴും കഴിഞ്ഞ തവണ മത്സരിച്ചയാളാണ് ജി സുധാകരൻ. അത്ര തലപ്പൊക്കമുള്ള നേതാവാണ്. അത്തരത്തിലുള്ള നേതാക്കൾ തന്നെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM-ന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു, തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുതന്നെയാണ് ഈ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകളെ, ഈ
പ്രസ്താവനകളെ ഗൗരവമുള്ളതാക്കുന്നത്. അത് സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരുകയാണ്. അത് ചേരുന്നത് തന്നെ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി പഠിക്കാൻ, എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ, അതിനൊപ്പം ഓരോ തിരിച്ചടി അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താനുള്ള കർമ്മപരിപാടി ആവിഷ്കരിക്കുക. അതിനുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം തുറന്നു പറച്ചിൽ ഉണ്ടാകുന്നത്. പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് ദീർഘനാൾ അതിനൊപ്പം സഞ്ചരിച്ച, അതിനെ മുന്നിൽ നയിച്ച നേതാക്കൾ തന്നെ തുറന്നു പറയുന്നത്. അവിടെയാണ് CPM-ൽ പുതിയ തരം ഒരു രാഷ്ട്രീയ സംസ്കാരം രൂപമെടുക്കുന്നത് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ CPM നേതാക്കൾ പറയാനുള്ളത് പാർട്ടിക്കകത്ത് പറയും, പരോക്ഷമായൊക്കെ പുറത്ത് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞാലായി. പക്ഷേ ഇപ്പോൾ തുറന്നടിക്കുകയാണ് CPM-ന്റെ പ്രമുഖ നേതാക്കൾ. അത് തോമസ് ഐസക്കാകട്ടെ, ജി സുധാകരനാകട്ടെ. ജി സുധാകരനെ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയാനും ബ്രാഞ്ച് യോഗത്തിൽ പറയാനും മാത്രമേ ഇനി കഴിയുകയുള്ളൂ. അദ്ദേഹം CPM-ന്റെ ഉന്നതമായ കമ്മിറ്റികളിലൊന്നും ഘടകങ്ങളിലൊന്നും അംഗമല്ല നിലവിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ മാത്രം ഈ രീതിയിൽ മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ തോമസ് ഐസക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി യോഗം അടുത്തയാഴ്ച കേന്ദ്ര കമ്മിറ്റി തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ഉന്നത നേതാക്കളൊക്കെ പങ്കെടുത്ത് PB അംഗങ്ങളൊക്കെ പങ്കെടുത്ത് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവിന്റെ ഈ വെളിപ്പെടുത്തൽ. നമ്മൾ AM ആരിഫുമായി ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിച്ചിരുന്നു. PCR നിന്ന് അദ്ദേഹം പറയുന്നത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി പറയട്ടെ ഇക്കാര്യത്തിൽ വിശദീകരണം എന്നുള്ളതാണ്. തനിക്ക് പരസ്യമായി ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആരിഫിന്